ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് നല്ല ഉരുണ്ട മത്തി കിട്ടിയിട്ടുണ്ട്, നല്ല പരിങ്ങലുള്ള. അപ്പൊ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് മത്തി കുരുമുളക് ഇട്ട് വറ്റിച്ചത്. അങ്ങനെ നമ്മുടെ മത്തിയൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ്. അപ്പൊ ഇനി ഇതിന്റെ റെസിപ്പി എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് അടുപ്പത്തോട്ട് വെച്ച് 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഈ തിളപ്പിച്ചെടുത്ത കുരുമുളക് ഉണ്ടല്ലോ, ഒന്ന് അരിച്ചെടുക്കുക. വെള്ളവും കുരുമുളകും സെപ്പറേറ്റ് എടുക്കുക. എന്നിട്ട് ഇത് തണുക്കാൻ വെക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് ഇനി ബാക്കിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്നത് 2 തക്കാളി അരിഞ്ഞ് എടുക്കുക. ഇനി നമുക്ക് വേണ്ടുന്നത് 1.5 ടീസ്പൂൺ മല്ലിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിന്റെ കൂടെ ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുക. നമ്മളിപ്പോൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് ഉണ്ടല്ലോ, ആ കുരുമുളക് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിപ്പോൾ കുരുമുളക് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കുരുമുളക് അങ്ങനെ തിളപ്പിക്കുന്നത്. അങ്ങനെ അത് മിക്സിയിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കുക. വെള്ളത്തിന് നമ്മൾ കുരുമുളക് തിളപ്പിച്ച വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. കുറച്ച് പിഴിപുളി എടുത്ത് വെള്ളത്തിലിട്ട് വെക്കുക. പിന്നീട് നമുക്ക് വേണ്ടുന്നത് ഒരു പിടി കൊച്ചുള്ളി, ഒരു 6-7 വെളുത്തുള്ളി, ഒരു 1/2 കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പിലയും കൂടി. അതുപോലെ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും നല്ലതുപോലെ ചതച്ച് വെക്കുക. ഇനി പാകം ചെയ്യാനുള്ള മൺചട്ടി അടുപ്പിലേക്ക് വെക്കുക. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക. ഉലുവ നല്ലതുപോലെ പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കുക. ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, കുരുമുളകും തക്കാളിയും എല്ലാം കൂടി ഇട്ടത്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഓരോരുത്തരുടെ എരിക്ക അനുസരിച്ച് വേണം പച്ചമുളകും കുരുമുളകും ഇടാൻ. അപ്പം നമ്മൾ ആവശ്യത്തിന് മാത്രമാണ് എടുത്തേക്കുന്നത്. പിന്നെ കൊച്ചുള്ളി എത്ര വേണമെങ്കിലും ഇട്ടാലും കുഴപ്പമില്ല, നമ്മൾ തേങ്ങ അരയ്ക്കുന്നില്ലല്ലോ. ആ അരപ്പ് കഴുകി ആ വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിഴിപുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൂടി ഇതിലേക്ക് നല്ലതുപോലെ പിഴിഞ്ഞൊഴിക്കുക. ആവശ്യത്തിനുള്ള ഉപ്പൂടെ ഇട്ട് കൊടുക്കുക. വെള്ളം ആവശ്യത്തിനില്ലാന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മത്തിയും കൂടി കിടന്ന് വേവണ്ടേ, അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അരപ്പ് നല്ലതുപോലെ തിളച്ചു വന്നിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി ഓരോന്നോരോന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പൊ മത്തി ഇല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും മീനുകളായാലും ഇതുപോലെ ചെയ്യാം. ഒന്ന് തിളച്ചു വന്നാലേ നമുക്ക് അതിന്റെ പാകത്തിനുള്ള ഉപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി ഒന്ന് എടുക്കുക. ഇനി ഇതിന്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക.
അപ്പൊ എല്ലാരും ഇതൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മത്തി കുരുമുളക് ഇട്ട് വറ്റിച്ചത്. ഈ റെസിപ്പി ഏതൊരു മീനിനും ബെറ്റർ ആണ്. എല്ലാരും വീട്ടിലൊന്ന് ട്രൈ ചെയ്തിട്ട് ഇതിന്റെ അഭിപ്രായം പറയണം കേട്ടോ. അപ്പൊ നമ്മുടെ ചാനൽ എല്ലാരും കാണണം. അതുപോലെ ലൈക്കും സബ്സ്ക്രൈബും കമന്റും ചെയ്യണം. അപ്പൊ നമ്മുടെ മത്തി കുരുമുളക് ഇട്ട് വറ്റിച്ചത് റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.